ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ പാടുവിന്നവതാരമറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ
കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ പലതരം ഗെയിംസ് ഉണ്ട്. ഫുട്ബോള്, വോളിബോള്, ബാസ്കറ്റ്ബോള്, ക്രിക്കറ്റ്, സോക്കർ മുതലായ പലതരം ഗെയിംസ് ഉണ്ട്. പക്ഷേ ലോകത്തിലെവിടെയായാലും കളിക്കളത്തിൽ ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് ഉണ്ട് പലതരത്തിലുള്ളതായ. എന്നാൽ സ്പോർട്സിനും അതിൻ്റേതായ കർശനമായ നിയമങ്ങളുണ്ട് ലോകത്തെവിടെയായാലും. ആ കർശനമായ നിയമങ്ങൾ ലംഘിച്ചാൽ സ്പോർട്സ് അതിൽ നിന്ന് കളിക്കുന്നവൻ പുറത്താകും, കളിക്കളത്തിന് പുറത്തായി പോകും. എല്ലാ കളിക്കളങ്ങളിലും റെഫറി ഉണ്ട്. റെഫറിയോടുകൂടെ മാത്രമേ കളിക്കളമുള്ളൂ. ആ റെഫറിയുടെ തീരുമാനം ഒരു കോടതിയിലെ ന്യായാധിപൻ്റെ തീരുമാനത്തേക്കാൾ ആ കളിക്കളത്തിന് ബാധകമായിരിക്കുന്നത് റെഫറിയുടെ നിയമമാണ്. എന്തിനാണ് ഞാനത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൻ്റേതായ നിയമങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ ദൈവരാജ്യത്തിൻ്റെ ഒരു നിയമം നമുക്കിവിടെ വായിക്കാം. 5:26. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തിരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യു ഹാവ് ടു പേ ദ ലാസ്റ്റ് പെനി ഓർ യു വിൽ ബി ഔട്ട്. ദൈവരാജ്യത്തിൻ്റെ നിയമം കർശനമാണ്. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീർക്കാതെ നീ ആ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല, ആ ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്തു വരികയില്ല. ദൈവം നിൻ്റെ മേൽ ചുമർത്തുന്ന ആ പാപാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനും കഴിയുകയില്ല. എന്താണ് ഇവിടെ പറയുന്നത്? നിരപ്പിൻ്റെ കാര്യമാണ്. മനുഷ്യർ തമ്മിൽ ക്ഷമിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങളെല്ലാം പറയുന്നതാണ്. എന്ന് വെച്ചാൽ അവസാനത്തെ വ്യക്തിയോട് പോലും ക്ഷമിക്കുന്നത് വരെ ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയുകയില്ല. ഒരു വ്യക്തിയോടുമുള്ള ഒരു പിണക്കവും നീരസവും ഒരു കയ്പും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എത്ര സ്ഥാനിയായും ഉന്നതനായും എത്ര പദവിയിലും എത്രയെല്ലാം ശുശ്രൂഷ ചെയ്ത് ജീവിച്ചാലും ആ ഹൃദയത്തിൽ ആ കയ്പുള്ള മനുഷ്യൻ മരിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. അതിൻ്റെ തുടർന്നുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവും. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അവൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും, കണ്ണ്, കാത്, കാല് എന്നെല്ലാം പറയുന്നു, അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും മനുഷ്യൻ കർശനമായിട്ട് പോരാടേണ്ടി വരും. ആ പോരാടി ജയിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയുകയില്ല എന്നാണ് കരുണയുള്ള കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എക്കാലത്തും കർശനങ്ങളാണ്. സ്നേഹമുള്ള ദൈവമുണ്ട്, കരുണാസമ്പന്നനായ ദൈവമുണ്ട്, ദയയുള്ള ദൈവമുണ്ട്, ആകാശത്തേക്കാൾ വലിയ ദയ കാണിക്കുന്ന ദൈവമുണ്ട്, പാപിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ദൈവമുണ്ട്, പാപിക്ക് വീണ്ടെടുക്കാൻ വേണ്ടി രക്തം ചിന്തിയ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. എല്ലാ അനുകൂല ഘടകങ്ങളുണ്ടെങ്കിലും ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ കർശനങ്ങളാണ്. കാരണം ഈ അനുകൂല അവസ്ഥയെല്ലാം മനുഷ്യന് പ്രയോജനപ്പെടുത്തി അവൻ വിശുദ്ധനാകണം, അവൻ ക്ഷമിച്ചവനാകണം, ഹൃദയത്തിൽ മാലിന്യമില്ലാത്തവനാകണം, അവൻ്റെ ഹൃദയം നിർമ്മലമാകണം. ദയയുണ്ട്, കരുണയുണ്ട്, ക്ഷമിക്കുന്ന കർത്താവുണ്ട്, കുരിശിലെ രക്തമുണ്ട്, എല്ലാം ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. ഇതെല്ലാം മനുഷ്യന് അവൻ്റെ വിശുദ്ധ ജീവിതത്തിനും ഹൃദയം കഴുകുവാനും ഹൃദയത്തിൽ
സമ്പൂർണ്ണ ശുദ്ധീകരണം നടക്കുവാനും ആരോടും കയ്പില്ലാതെ ജീവിക്കുവാനും വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ബാക്കി എല്ലാ കൃപയും, കൃപയുടേതായ എല്ലാ ദാനങ്ങളും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കാം. അവിടെ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു പ്രമാണം കാണാം. അവിടെ എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂസ് ടോക്ക്, ലൂസ് ഇറ്റേണിറ്റി. അലക്ഷ്യമായ വാക്കുകൾ പറയുന്ന വ്യക്തിക്ക് ദൈവരാജ്യം നഷ്ടപ്പെടും. ലൂസ് ടോക്ക്, ലൂസ് ഇറ്റേണിറ്റി. അത് വീട്ടിലായാലും ദേവാലയത്തിലായാലും കൂട്ടായ്മയിലായാലും എവിടെയായാലും മനുഷ്യൻ അലസമായി, എന്നുവെച്ചാൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത നാവ് കൊണ്ട് ഏത് വാക്ക് അലക്ഷ്യമായി പറയുന്ന വാക്ക്, നിസ്സാര വാക്ക് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിസ്സാരമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിസ്സാര വാക്കെന്ന് പറയുന്ന ഒന്നില്ല. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിസ്സാരങ്ങളായ പാപങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിസ്സാരമായ പാപങ്ങളില്ല. നിസ്സാരമായൊരു വാക്കുപോലുമില്ല. നിസ്സാരമായ ലക്ഷ്യമായ യോഗ്യമല്ലാത്തൊരു നോട്ടം പോലുമില്ല. ഒരു സ്പർശനം പോലുമില്ല. അതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമം. നിസ്സാരമായ വാക്കിന് പോലും മനുഷ്യൻ ന്യായവിധിയുടെ നാളിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ മനുഷ്യനിതൊന്നും ഗണ്യമാക്കാതെ ദേവാലയത്തിലും എവിടെയും പ്രവർത്തിക്കാറുണ്ട്. എൻ്റെ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ പറയുകയാണ്, ഒരു ദേവാലയത്തിൽ ചെന്നാലോ ഒരു ആരാധനാ കേന്ദ്രത്തിൽ ചെന്നാലോ ഒരു ആരാധന നടത്തുന്ന വ്യക്തിയായാലും പങ്കെടുക്കുന്ന വ്യക്തിയായാലും ഒരു യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്ന ഒരു പുരോഹിതനായാലും അവന് കുറ്റബോധമുള്ളവനാകണമെന്ന് നിർബന്ധമില്ല. എല്ലാവർക്കും കുറ്റബോധമുണ്ടാകണമെന്നില്ല. എല്ലാവർക്കും അനുതാപം ഉണ്ടാകണമെന്നില്ല. മനുഷ്യൻ തൻ്റെ ആരാധനാ സ്ഥലങ്ങളിൽ അവന് ബോധിച്ചതായ പലതും അവൻ ചെയ്യും. വലിയ ഉച്ചത്തിൽ പാട്ട് പാടിയെന്നിരിക്കും, ഉച്ചത്തിൽ വലിയ പ്രസംഗിച്ചെന്നിരിക്കും, ധാരാളം പണം ദേവാലയത്തിൽ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രത്തിൽ സംഭാവന ചെയ്തെന്നിരിക്കും, വലിയ വായിൽ ഗീതങ്ങൾ ആലപിച്ചെന്നിരിക്കും. എല്ലാം നടക്കും. പക്ഷേ ദൈവം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മനുഷ്യൻ തൻ്റെ ആരാധനാ സ്ഥലത്ത് കാട്ടിക്കൂട്ടുന്നതായ എല്ലാത്തിനും ഒറ്റ വാക്കിൽ പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കിൽ അതെല്ലാം കോപ്രായങ്ങളാണ്. കാരണം മനുഷ്യനൊരു ക്ഷമിക്കാത്ത ഹൃദയത്തോടെ, മലിനമായ മനസാക്ഷിയോടെ, ആരെങ്കിലോടുള്ള വിരോധത്തോടെയോ അവൻ്റെ ദേവാലയത്തിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ അവൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം വൃഥാവായ കാര്യങ്ങളാണ്. ദൈവം അംഗീകരിക്കാത്ത കാര്യങ്ങളാണതെല്ലാം. പക്ഷേ ഇതൊന്നും മനുഷ്യനത്ര ഗണ്യമാക്കാറില്ല. മനുഷ്യൻ ആരാധനാ കേന്ദ്രങ്ങളെ മലിനമാക്കുന്നവനാണ് അധികം പേരും. എന്നുവെച്ചാൽ മലിനമാക്കുന്നത് എങ്ങനെയാണ്? മലിന ഹൃദയത്തോടെ അവിടെ ആരാധന നടത്തുന്നു, മലിന ഹൃദയത്തോടെ ആരാധനയിൽ പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമർപ്പണമില്ലാത്ത മനസ്സോടെയും തീരുമാനമില്ലാത്ത ഹൃദയത്തോടെയും പാട്ടുകൾ പാടിയും ഗീതങ്ങൾ ആലപിച്ചും ഇതുപോലെ വചനം പറഞ്ഞുമെല്ലാം മനുഷ്യനവൻ്റെ ആരാധനാ സ്ഥലത്തെ മലിനീകരിക്കുന്നുള്ളതാണ് വാസ്തവമായ സത്യം. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നിയമം അത് മാറ്റമില്ലാത്ത നിയമമാണ്. ദൈവം അംഗീകരിക്കില്ല. 5-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും ആ കാലത്തെ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് അക്കാലത്തെ സാധാരണക്കാരായ ജനം മുഴുവനുമായിട്ട് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അക്കാലത്തെ പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ആലയത്തോട് ബന്ധപ്പെട്ടതായ ആത്മീയത്തിൻ്റെതായ സകല കാര്യങ്ങളും ക്രമീകരിക്കുന്നവരാണ്. അവർ ദൈവരാജ്യത്തിൽ കടക്കുമെന്നാണ് ജനം വിചാരിച്ചിരുന്നത്. എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, അവർ കിടക്കില്ല. കാരണം മനുഷ്യർ ദൈവരാജ്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നവരും ദൈവം അംഗീകരിക്കുന്നവരുമാണെന്ന് കരുതുന്ന എല്ലാവരെയും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവം അവരെല്ലാവരെയും അംഗീകരിക്കുന്നില്ല. പ്രസംഗിക്കുന്നവനെ, സുവിശേഷം പ്രസംഗിക്കുന്നവരെ എല്ലാവരെയും ദൈവം അംഗീകരിക്കുന്നില്ല. ആരാധന നടത്തുന്ന എല്ലാവരെയും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും ദൈവം അംഗീകരിക്കുന്നില്ല.
നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്ന് വെച്ചാൽ പുറമേ മനുഷ്യരുടേതായ ഒരു അപ്രൂവലോ മനുഷ്യർ കാണുക ഒരു ആത്മീയനോ മനുഷ്യരുടെ മുമ്പിൽ നല്ലതായിട്ട് ഭാവിക്കുന്നതോ അവരുടെ കണക്കുകൂട്ടലോ ഒന്നുമല്ല ദൈവരാജ്യത്തിൻ്റെ നിയമം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. ആരാണ് ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കുക? കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. ദൈവത്തിന് സ്തോത്രം. The shameful deeds, deceitful deeds and no name not in the book of life. ജീവന്റെ പുസ്തകത്തിൽ പേരില്ല, അശുദ്ധമാണ്, മ്ലേച്ഛതയാണ്. ഇതെല്ലാമുള്ള ആരും ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല. കർണിയുടെ കർത്താവായ യേശു ഈ 7 സഭകളെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ 2ഉം 3ഉം അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ചില സഭകൾക്ക് ദോഷമുണ്ട്, ചില സഭകൾ ദോഷമൊന്നും ഇല്ലാത്തതായിട്ടും കർത്താവ് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ സഭകളിലുള്ള ആരെങ്കിലും ദൈവരാജ്യത്തിലുണ്ടാകുമെന്ന് കർത്താവ് പറയുന്നില്ല. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഉണ്ടാകണമെങ്കിൽ ഏത് സഭയിലുള്ളവനായാലും, പ്രിയപ്പെട്ടവരെ, ഏത് പേരിലുള്ള സഭയിലുള്ളവനായാലും അവൻ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവനായിരിക്കണം. മാത്രം പോരാ, ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അശുദ്ധമായത്, മ്ലേച്ഛത, ഭോഷ്കം എന്നുവെച്ചാൽ കൗശലവും വ്യാജവും ശുദ്ധിയില്ലാത്ത ഹൃദയത്തോടെ ആരും ദൈവരാജ്യത്തിലുണ്ടാവില്ല. ദൈവമനുഷ്യനെ സഹായിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഇസ്രായേൽ മക്കൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ച് പുറപ്പാടിൻ്റെ കാലത്ത് ഇറങ്ങി പുറപ്പെട്ടതായ ജനം കാലം കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെക്കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയാവോ? ആവർത്തന പുസ്തകം 1:27 അവർ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? ഒന്ന് വായിച്ച് കേൾക്കാം. യഹോവ നമ്മെ പകയ്ക്കിയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ പറയുകയാണ്, ദൈവം ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു, അടിമ വീടായ മിസ്രയീമിലെ ഒഴിയമലയിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നല്ല. ദൈവത്തോടു കൂടെ നടന്ന് ഏതാണ്ട് 38 വർഷം ദൈവത്തോടു കൂടെ നടന്നു കഴിഞ്ഞിട്ട് ആ ജനം പറയുകയാണ്, ഞങ്ങളെ ദൈവം കൊണ്ടുവന്നത്, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് നശിപ്പിക്കാനാണ്. ഞങ്ങളോട് ദൈവത്തിന് സ്നേഹമില്ല, ഞങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല. ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെന്ന് പറയുന്നത്. ആവശ്യക്കാരായിട്ട് നിലവിളിച്ചവരാണവർ, കണ്ണുനീരോടുകൂടെ നിലവിളിച്ചവരാണവർ. എത്രയോ വർഷം, 430 കൊല്ലക്കാലം നിലവിളിച്ചതാണ് ഇസ്രായേൽ ജനം. ആ നിലവിളിക്ക് ശേഷം ദൈവം വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ്? ദൈവത്തിന് കഴിവില്ല, ദൈവത്തിന് ഞങ്ങളോട് സ്നേഹമില്ല, അതുകൊണ്ട് ദൈവം ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതെന്ന്. ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണോ? നിങ്ങൾക്ക് മാനസാന്തരം തന്ന ദൈവത്തോട് നിങ്ങൾക്ക് നന്ദിയുണ്ടോ? അത് ദൈവം ചെയ്ത ഉപകാരമാണ് നിങ്ങൾക്ക് ബോധമുണ്ടോ? ഒരു മാനസാന്തരപ്പെട്ട ഭാര്യയെ തന്നത്, ഒരു മാനസാന്തരപ്പെട്ട ഭർത്താവിനെ തന്നത്, മാനസാന്തരം അനുഭവിക്കുന്ന മക്കളെ തന്നത്, മാനസാന്തരമുള്ള പ്രാർത്ഥനയുള്ള ഒരു വീട്ടിലെത്തിച്ചേരാൻ ഭാഗ്യം കിട്ടിയത് എല്ലാം ദൈവം ചെയ്ത ഉപകാരമാണെന്നാണോ നിങ്ങൾ കണക്കാക്കുന്നത്? അതോ ദൈവം എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, ഈ വിവാഹം നടത്തി തന്നത്, ഈ ജോലി എനിക്ക് തന്നത്, ഈ മക്കളെ എനിക്ക് തന്നത് എല്ലാം ദൈവത്തിന് എന്നോട് വിരോധമുള്ളത് കൊണ്ട് ദൈവം തന്നുവെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കണ്ണുകുരുടായി പോകുന്ന ഭക്തന്മാരുണ്ട്, അലസമായി സംസാരിക്കുന്ന ഭക്തന്മാരുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിയാതെ ദൈവരാജ്യത്തിലെത്തുമെന്ന് കരുതി ആരാധനയും പാട്ടും പ്രസംഗവുമായി നടക്കുന്ന ധാരാളം ജനങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. കാരണം ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ഒരു ദൈവവേല ചെയ്യുക എളുപ്പമല്ല. ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ഒരു വൈദികനായി ജീവിക്കുക എളുപ്പമല്ല. ആത്മാവിൽ ജീവിച്ചുകൊണ്ട് സുവിശേഷകനായി ജീവിക്കുക എളുപ്പമല്ല. ആത്മാവിൽ ജീവിച്ചുകൊണ്ട്
പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവേലയും എളുപ്പമല്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്രയേറെ കാപട്യം ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നാം ഒരു തീരുമാനമെടുക്കണം. ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ, ദൈവവേല ചെയ്യുന്നെങ്കിൽ, ഞാൻ ഏതെങ്കിലും ഒരു സജീവമായ ഒരു ആത്മീയനത്തെ പ്രവർത്തിക്കുന്നെങ്കിൽ ഒരു നിഷ്കളങ്ക മനസ്സോടെ അത് ചെയ്യുകയുള്ളൂ. ഹൃദയവിശുദ്ധിയോടെ ചെയ്യുകയുള്ളൂ. ഒരു വിശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് ഞാനത് ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമായി നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീരുമാനമില്ലാതെ, നിഷ്കളങ്കമായി ജീവിക്കണമെന്നുള്ള തീരുമാനമില്ലാതെ, ഒരാളോടും കയ്പില്ലാതെ ജീവിക്കണം, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം, ഹൃദയപൂർവ്വം സ്നേഹിക്കണം എന്നുള്ള ഒരു തീരുമാനമില്ലാതെ ഈ ആത്മീയ രംഗത്തേക്ക് കടന്നു വരുന്നത് പോലും ആപത്താണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധനാണെന്ന് തന്നെത്താൻ തീരുമാനിക്കുന്നവരുണ്ട്, തന്നെത്താൻ ഭാവിക്കുന്നവരുണ്ട് വിശുദ്ധനാണെന്ന്. എന്നാൽ വിശുദ്ധനാണെന്ന് അവൻ്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ സാക്ഷിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ള രണ്ടുപേരെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം എടുക്കാം. 4-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം നമുക്ക് വായിച്ച് നോക്കാം. അവിടെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തി എലീശ പ്രവാചകനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് ദൈവത്തിന് പറഞ്ഞു. സ്തോത്രം. യുവതിയായ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് പറഞ്ഞതായ ആ വാക്കുകളാണ് നമ്മുടെ വായിച്ചു കേട്ടത്. പ്രവാചകനായ എലീശായെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പാർപ്പിക്കാൻ കൊള്ളാവുന്ന, സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒരു വിശുദ്ധനാണ് ആ പ്രവാചകനെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് വിശുദ്ധനെന്ന് പറഞ്ഞാൽ. തന്നെത്താൻ വിശുദ്ധനെ ചിന്തിക്കുകയല്ല. ആ യുവതിയായ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു, കൂടെ കൂടെ നമ്മുടെ ഈ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന ആ മനുഷ്യൻ ഒരു വിശുദ്ധനാണ്, അവനെ നമ്മുടെ വീട്ടിൽ പാർപ്പിക്കാൻ കൊള്ളാമെന്ന്. നാം ഇതെല്ലാം കേട്ട് ഹൃദയത്തിൽ നമ്മളെ തന്നെ വിലയിരുത്തേണ്ടതാണ്. 1 രാജാക്കന്മാർ 17-24. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് ദൈവത്തിന് പറഞ്ഞു. സ്തോത്രം. ഏലിയ പ്രവാചകനെ കുറിച്ച് ആ സറാഫാത്തിലെ വിധവ പറഞ്ഞ വാക്കാണ്, നീ ദൈവപുരുഷനാണ്. ആ വിധവയുടെ വീട്ടിൽ പാർത്തതായ ആ പ്രവാചകനെക്കുറിച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നീ വിശുദ്ധനാണ്, നിന്റെ നാവിൽ ദൈവത്തിൻ്റെ വചനമുണ്ട് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധനാണെന്ന് തന്നെത്താൻ ബോധിച്ചാൽ പോരാ. നമ്മളോടുകൂടെ ഇടപഴകുന്നവർ, നമ്മളെ കാണുന്നവർ, നമ്മളോടുകൂടെ സഹവസിക്കുന്നവർ, നമ്മളോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ, നമ്മളോടുകൂടെ ദൈവവേല ചെയ്യുന്നവർ കണക്കാക്കണം ഈ മനുഷ്യൻ യഥാർത്ഥമായി ഒരു വിശുദ്ധനാണെന്ന്. അങ്ങനെയുള്ളതായ സാക്ഷ്യമുള്ള വിശുദ്ധന്മാരെയാണ് ഈ കാലത്ത് ക്രൈസ്തവ സഭയ്ക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള സാക്ഷ്യമുള്ളതായ ദൈവമക്കളെയാണ് ഈ തലമുറയിൽ സുവിശേഷ രംഗത്ത് ആവശ്യമുള്ളത്. അല്ലാതെയുള്ളത് ധാരാളമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ളവരുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ തന്നെത്താൻ വിശുദ്ധനെന്ന് ഭാവിക്കുന്നവരുണ്ട്, മറ്റുള്ളവർ വിശുദ്ധനാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുന്നവരുണ്ട്, ദൈവം വിശുദ്ധനായി കണക്കാക്കുന്നവരുണ്ട്. അവരാരെല്ലാമാണ് നമുക്ക് നോക്കാം. 141-ാം സങ്കീർത്തനം എടുക്കാം. 141-ാം സങ്കീർത്തനം 4-ാമത്തെ 5-ാമത്തെ വാക്യം വായിക്കാം. ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ദുഷ്പ്രവൃത്തിയിൽ ഇടപെടുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിനെ ചായ്ക്കരുതേ. അവരുടെ സാധുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. നീതിമാനെന്നെ അടിക്കുന്നത് ദയ, അവനെന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ദൈവത്തിന് ഉള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വിശുദ്ധൻ്റെ ലക്ഷണം. ദൈവം തമ്പുരാൻ കണക്കാക്കുന്ന ലക്ഷണം അതാണ്. ഹൃദയം കൊണ്ടുപോലും ദുഷ്കാര്യത്തിന് ചായാതെ, ഒരു അരുതാത്തതിന് ഹൃദയം കൊണ്ടുപോലും ചായാതെ, ഒരു കലഹത്തിനോ ഒരു കോപത്തിനോ ഒരു കൗശലത്തിനോ ഹൃദയം കൊണ്ടുപോലും ചേരാതെ, അതുള്ള മനുഷ്യരോട് ഹൃദയം കൊണ്ടുപോലും അടുത്തു വരാതെ, നീതിമാൻ എന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ, എന്നെ ശാസിച്ച് എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തന്ന് എന്നെ നടത്തുന്നതായ ദൈവമക്കളോടുള്ള സഹിത്വമല്ലാതെ കൗശലവും തന്ത്രവും കുതന്ത്രവുമുള്ളതായ ഒരു മനുഷ്യനോടും, ദൈവമക്കളെന്ന് പറയാനില്ല, ആരോടും എനിക്കൊരു ബന്ധവുമില്ല എന്ന് ഹൃദയം കൊണ്ട് തന്നെ തീരുമാനമെടുത്ത് നിശ്ചയിച്ച മനുഷ്യനെയാണ് വിശുദ്ധനായിട്ട് ദൈവം അംഗീകരിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം
4-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. ഒരു വിശുദ്ധൻ്റെ ഹൃദയം ദൈവം അംഗീകരിക്കുന്ന വിശുദ്ധൻ്റെ ലക്ഷണം നമുക്കവിടെ കാണാം. 2 രാജാക്കന്മാർ 4:27. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദൈവപുരുഷൻ, അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അതിനെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന് പറഞ്ഞു. സ്തോത്രം. അവിടെ എലീശ അംഗീകരിക്കുകയാണ്, ദൈവം എനിക്ക് എന്തെങ്കിലും മനസ്സിലാക്കി തന്നാലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനൊരു പ്രവാചകനായതുകൊണ്ട്, ഞാനൊരു ദൈവവേലക്കാരനായതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുക്കൽ വരുന്നവരെ സകലരുടെയും കാര്യം എനിക്ക് മുന്നമേ അറിയാം. എനിക്കെല്ലാം അറിയാം. എനിക്ക് എല്ലാവരുടെയും കാര്യം അറിയാം. എനിക്ക് എല്ലാവരുടെയും ഹൃദയം അറിയാം. എനിക്കെല്ലാം മനസ്സിലാകും. ദൈവം എനിക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനൊരു നിസ്സാര മനുഷ്യൻ. ദൈവം എന്നോട് ആ വ്യക്തിയുടെ കാര്യം സംസാരിക്കാൻ പറഞ്ഞാൽ ആ വ്യക്തിയോട് ഞാൻ സംസാരിക്കാം. ആ വ്യക്തിയുടെ ഗുണത്തിനായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാം. ആ വ്യക്തിക്ക് ദൈവം സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനും പ്രാർത്ഥിക്കാം. കരുണ തോന്നി ദൈവഹിതം പോലെ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തുന്നിരിക്കും. അല്ലാതെ ഞാനൊരു അധികാരം ഉപയോഗിച്ച് എനിക്കെല്ലാം അറിയാമെന്നുള്ളതായ ഭാവമല്ല. ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നാൽ എനിക്ക് മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. ദൈവരാജ്യം ലക്ഷ്യമാക്കി നാം ജീവിക്കുക. അതിന് കാതലായതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ. കർശനങ്ങളാണ്. സഭയനുസരിച്ച് മാറ്റമില്ല, പ്രായമനുസരിച്ച് മാറ്റമില്ല, സാഹചര്യം അനുസരിച്ച് മാറ്റമില്ല. പ്രിയപ്പെട്ടവരെ, പുരുഷനാണോ സ്ത്രീയാണോ മാറ്റമില്ല, ശുശ്രൂഷകനാണോ സാധാരണക്കാരനാണോ അതിനൊന്നും മാറ്റമില്ല, പുരോഹിതനാണോ അൽമായക്കാരനാണോ അതിന് മാറ്റമില്ല. ദൈവരാജ്യത്തിൻ്റെ നിയമം കർശനമാണ്. ഒടുക്കത്തെ കാശ് പോലും കൊടുത്തു തീർക്കാതെ ആ ബന്ധനത്തിൽ നിന്ന് കടന്നു പോരാൻ സാധിക്കില്ല. ദൈവരാജ്യത്തിൽ എത്താനും കഴിയുകയില്ല. നിങ്ങൾ ഹൃദയം കൊണ്ടെന്ന് തീരുമാനിക്കുന്നു പ്രിയപ്പെട്ടവരെ. ദൈവം നിങ്ങളെ കെണിയിൽ ചാടിച്ചുവെന്ന് ഇസ്രായേൽ മക്കൾ തന്നെത്താൻ പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവം അവരോട് കനാൻ നാട്ടിലെ അവകാശമാക്കാൻ പറഞ്ഞപ്പോൾ അവിശ്വാസം കൊണ്ട് അവർ അവകാശമാക്കിയില്ല. കാലം കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു മങ്ങി, അവരുടെ വിശ്വാസം കുറഞ്ഞു, ദൈവസ്നേഹം കുറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് ദൈവം ഞങ്ങളെ ചതിച്ചു, ദൈവത്തിന് കഴിവില്ല, അതുകൊണ്ട് ദൈവം ഞങ്ങളെ കനാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നശിപ്പിക്കാൻ പോകുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവനായ യേശു കാൽവലി രക്തം ചിന്തി തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് മേടിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കാൻ അവൻ നമ്മളെ കൊണ്ടുപോകുന്ന സിയോൻ യാത്രക്കാരാണ് നാം. നിങ്ങൾ ഈ സിയോൻ സംഘത്തിൽ ചേർന്നിട്ടുണ്ടോ? നിങ്ങൾ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ടോ? ജീവിതം യേശുവിന് കൊടുത്തിട്ടുണ്ടോ? പാപത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ടോ? പാപസുഖങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയ പാപങ്ങൾ നിങ്ങൾക്ക് ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ടോ? തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സാക്ഷി എന്നോട് സംസാരിക്കുന്ന സ്വരം ഞാൻ കേൾക്കുന്നു. കർത്താവേ, എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ട്, എൻ്റെ ഹൃദയ നിരൂപണങ്ങൾ നല്ലതല്ല എന്നും എൻ്റെ ജീവിതത്തെക്കുറിച്ച് അനേകർ സാക്ഷ്യം പറയുകയില്ല എന്നും എലീശായുടെയും ഏലിയാവിൻ്റെയും സാക്ഷ്യമൊന്നും എൻ്റെ ഈ പ്രായം കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടില്ല എന്നും ഞാൻ ഇനിയും ശുദ്ധനാകണമെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തെ നിർമ്മലീകരിക്കണമേ, എൻ്റെ തീരുമാനങ്ങളിൽ എന്നെ ഉറപ്പുള്ളവനാക്കണമേ. യേശുവിൻ്റെ വലിയേറിയ രക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ കഴുകിത്തരണമേ, എന്ന മാലിന്യങ്ങൾ കഴുകണമേ. ദൈവരാജ്യം തന്ന് അനുഗ്രഹിക്കണമേ. സമാധാനമുള്ള ജീവിതവും സമാധാനമുള്ള മരണവും സമാധാനമുള്ള മരണാനന്തര ജീവിതവും തന്ന് ഞങ്ങളെ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.